ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിനും കൂടി ലോകം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ആദ്യമായി മനുഷ്യൻ ചന്ദ്രനെ ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയാണ്. നാസയുടെ ആർടെമിസ് സെക്കൻഡ് ദൗത്യം 2026 ഫെബ്രുവരിയിൽ നടക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പരിചയസമ്പന്നരായ യാത്രികരാണ് ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നത്. ഇതിലൊരു വനിതയും ഒരു കനേഡിയൻ പൗരനും ഉൾപ്പെടുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. റീഡ് വൈസ്മാനാണ് കമാൻഡർ. ഇദ്ദേഹം നാസയുടെ മുൻനിര ബഹിരാകാശ യാത്രികനാണ്. വിക്ടർ ഗ്ലോവറാണ് പൈലറ്റ്. ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ആഫ്രിക്കൻ വംശജൻ കൂടിയാണ് ഇദ്ദേഹം. ക്രിസ്റ്റീന കോച്ച് മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത എന്ന റെക്കോർഡിന് ഉടമ കൂടിയാണ് അവർ. ജെറമി ഹാൻസണും മിഷൻ സ്പെഷ്യലിസ്റ്റാണ്. കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ജെറമി. ഏകദേശം 10 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ആർടെമിസ് സെക്കൻഡ് ദൗത്യം. ഇത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങാനുള്ള ഒരു ദൗത്യമല്ല. പകരം യാത്രികരെ വഹിക്കുന്ന ഒറയോൺ പേടകം ചന്ദ്രനെ വലം വെച്ച് അവിടുന്ന് സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരികെ പോരുന്നതാണ്. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്ന ആർടെമിസ് 3 ദൗത്യത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പരീക്ഷണമാണിത്. നാസയുടെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ SLS അഥവാ സ്പേസ് ലോഞ്ച് സിസ്റ്റമാണ് ഈ യാത്രികരെ കൊണ്ടുപോകുന്നത്. റോക്കറ്റിനെ ഇന്ന് വിക്ഷേപണ തറയായ ലോഞ്ച് പാഡ് 39Bയിലേക്ക് മാറ്റും. വേഗത കുറഞ്ഞ വാഹനത്തിൽ 10 മണിക്കൂറെടുത്താണ് ഈ മാറ്റം പൂർത്തിയാക്കുക. ഫെബ്രുവരി 2 റോക്കറ്റിൽ ഇന്ധനം നിറച്ച് വിക്ഷേപണത്തിന് തൊട്ടുമുമ്പുള്ള എല്ലാ പ്രക്രിയകളും പരീക്ഷിച്ചു നോക്കും. ഫെബ്രുവരി 6 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ അനുയോജ്യമായ സമയത്ത് വിക്ഷേപണം നടക്കും. അപ്പോളോ ദൗത്യത്തിൽ നിന്നും വ്യത്യസ്തമായി ചന്ദ്രനിൽ ഒരു സ്ഥിരമായ താവളം നിർമ്മിക്കാനും അവിടെ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യാനുമാണ് നാസ പദ്ധതിയിടുന്നത്. ആർടെമിസ് സെക്കൻഡ് വിജയിച്ചാൽ 2027-28 കാലയളവിൽ മനുഷ്യൻ വീണ്ടും ചന്ദ്രന്റെ മണ്ണിൽ കാലുകുത്തും. അതിൽ ആദ്യമായി ഒരു വനിതയും ഒരു കറുത്തവരക്കാരനും ഉൾപ്പെടും എന്നാണ് നാസയുടെ പ്രഖ്യാപനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് 56 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 1969 ജൂലൈ 21 അമേരിക്കൻ യാത്രികരായ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തുകയായിരുന്നു. അന്നത്തെ അപ്പോളോ 11 ചാന്ദ്രയാത്ര നടക്കുമ്പോൾ ജനിച്ചിട്ടില്ലാത്തവർക്ക് പോലും ആ ദൗത്യം ഇപ്പോഴും ത്രസിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഭൂമി എന്ന ചെറിയ ഗോളത്തിൽ മാത്രമായി ഒതുങ്ങുന്നതല്ല മനുഷ്യനെന്ന് തെളിയിച്ച ഒരു ദൗത്യമായിരുന്നു അത്. പക്ഷേ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചന്ദ്രനപ്പുറത്തേക്ക് മനുഷ്യൻ യാത്ര ചെയ്തിട്ടുമില്ല. 1969 ജൂലൈ 21 ഇന്ത്യൻ സമയം രാവിലെ 8:26 കമാൻഡർ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തി. 19 മിനിറ്റുകൾക്ക് ശേഷം ലൂണാർ മൊഡ്യൂൾ പൈലറ്റ് എഡ്വിൻ ആൾഡ്രിൻ കൂടി ചന്ദ്രനിലിറങ്ങി. 2.25 മണിക്കൂർ അവർ ചന്ദ്രനിൽ നടന്നു. ആകെ 21 മണിക്കൂറും 31 മിനിറ്റുമാണ് അവർ ചന്ദ്രനിൽ ഉണ്ടായിരുന്നത്. തിരിച്ചു വരുമ്പോൾ അവർ ചന്ദ്രനിൽ ഒരു ഫലകം കൂടെ സ്ഥാപിച്ചു. അതിലിങ്ങനെ എഴുതിയിരുന്നു: ഹിയർ മെൻ ഫ്രം ദ പ്ലാനറ്റ് എർത്ത് ഫസ്റ്റ് സെറ്റ് ഫുട്ട് അപ്പോൺ ദ മൂൺ ജൂലൈ 1969 AD വി കെയിം ഇൻ പീസ് ഫോർ ഓൾ മാൻകൈൻഡ്. ബഹിരാകാശ പര്യവേഷണങ്ങളുടെ ചരിത്രത്തിൽ നിർണായക നേട്ടങ്ങളിൽ പലതിലും സോവിയറ്റ് യൂണിയന്റെ പിന്നിലായി പോയ അമേരിക്ക ഈ ദൗത്യത്തോടെ അവരെ പിന്നിലാക്കി. അപ്പോളോ 11 ദൗത്യം അമേരിക്കയുടെ വലിയൊരു വിജയമായി വാഴ്ത്തപ്പെടുകയും ചെയ്തു. സോവിയറ്റ് യൂണിയനോ പിന്നീടുണ്ടായ റഷ്യക്കോ ഒരിക്കൽ പോലും ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനായിട്ടില്ല. അമേരിക്ക വാസ്തവത്തിൽ ചന്ദ്രനിൽ പോയിട്ടില്ലെന്നും ഏതോ മരുഭൂമിയിൽ സെറ്റിട്ട് നടത്തിയ ഷൂട്ടാണെന്നുമൊക്കെ അന്നും ആരോപണങ്ങളുണ്ടായിരുന്നു. ആംസ്ട്രോങ്ങും ആൾഡ്രിനും അടക്കം 12 അമേരിക്കക്കാർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ കൂടെ നടന്നിട്ടുണ്ട്. ചാന്ദ്ര ഭ്രമണപഥം വരെ പോയ മനുഷ്യരുടെ എണ്ണം 24 ആണ്. ആകെ 6 മനുഷ്യ ചാന്ദ്ര ലാൻഡിങ്ങുകളാണ് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായത്. എല്ലാ ദൗത്യങ്ങളും അമേരിക്കയുടെ മാത്രം പേരിലുള്ളതാണ്. 1972 ഏറ്റവും ഒടുവിലെ ദൗത്യം നടന്നത്. അപ്പോളോ കഴിഞ്ഞ് ഇത്രയും വർഷത്തെ ഇടവേള എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. എന്നാൽ ആർടെമിസ് ദൗത്യങ്ങളിലൂടെ ചന്ദ്രനിലേക്ക് തിരിച്ചു പോകാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണ്. പക്ഷേ അമേരിക്ക എത്തും മുന്നേ അവിടെ കൊടിപാറിക്കാൻ മറ്റൊരു രാജ്യം കൂടെ തയ്യാറെടുക്കുന്നുണ്ട്. അത് ചൈനയാണ്. 2030 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുമെന്നാണ് ചൈനയുടെ പ്രഖ്യാപനം. ഇതുവരെയുള്ള അവരുടെ പദ്ധതികളുടെ പുരോഗതി പരിശോധിച്ചാൽ അത് നടക്കുമെന്ന് തന്നെ പറയേണ്ടി വരും. ചന്ദ്രനിൽ ദീർഘകാല വാസം സാധ്യമാക്കാൻ ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ എന്നൊരു പ്രത്യേക ഗവേഷണ നിലയം ചൈന ലക്ഷ്യം വെക്കുന്നുണ്ട്. റഷ്യയും പാകിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും അടക്കം 13 രാജ്യങ്ങളും ഈ പദ്ധതിയിൽ ചൈനയുടെ കൂടെയുണ്ട്. ചന്ദ്രനിൽ ഇറങ്ങാൻ ഇന്ത്യയും തയ്യാറെടുക്കുകയാണ്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ ഒരുപാട് ദൂരം ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം. 2040കളുടെ അവസാനമാണ് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ നമ്മൾ സ്വയം നിശ്ചയിച്ചിരിക്കുന്ന സമയം. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം അടുത്ത മനുഷ്യൻ ചന്ദ്രനിൽ കാൽ കുത്തുന്ന ആ നാളിനായി.